ഇപ്പോൾ നമ്മളോട് ചേരുന്നത് ഈ ഇടവകയിലെ വിശ്വാസ പരിശീലനത്തിന്റെ പ്രധാന അധ്യാപകൻ ശ്രീ ജോസ് ചക്കാനിക്കുന്നസാണ്. ഇവിടെയാണല്ലോ നമ്മുടെ ജിൻസച്ചൻ വിശ്വാസ പരിശീലനം നടത്തിയത്. അപ്പോൾ ആ പരിശീലന കാലഘട്ടത്തിൽ നമ്മുടെ ജിൻസച്ചനെ കുറിച്ച് സാറിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. സാറേ, ജിൻസച്ചനെ കുറിച്ച് സാറിന്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാവും. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ പുറകോട്ടുള്ള ഒരു ഓർമ്മയാണ് എനിക്ക് വരിക. കാരണം ഷിൻസച്ചന്റെ പിതാവിനെ, അതായത് ബാബുവിനെ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ അറിയാവുന്ന ആ കുടുംബ ബന്ധമാണ് ശരിക്കും ഈ കുടിൽക്കാരുമായിട്ടുള്ളത്. അപ്പോൾ ഷിൻസച്ചൻ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ എനിക്ക് നന്നായിട്ടറിയാം. നല്ല രീതിയിൽ വിശ്വാസ പരിശീലനം നടത്തി വളരെ അനുസരണയോടെ ക്ലാസ്സിലായിരുന്നയാളാണ്. അതോടൊപ്പം തന്നെ അൾത്താര ശുശ്രൂഷയായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഓർക്കുന്നു. സെമിനാരിയിൽ പോകണം എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ അന്ന് ഞാൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. തീർച്ചയായിട്ടും നല്ലൊരു വൈദികനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നു. അവധിക്കാലത്തൊക്കെ തിരിച്ചു വരുമ്പോൾ എപ്പോഴും സൺഡേ സ്കൂളിനോടൊപ്പമായിരിക്കാൻ വേണ്ടി അച്ഛൻ വളരെയേറെ ആഗ്രഹിച്ചിരുന്നു. അച്ഛനത് പിന്നീട് ഒരിക്കൽ പറയുകയുണ്ടായി. അച്ഛൻ അതിന് ശേഷം പറയുകയുണ്ടായി, പഠനകാലത്ത് ദേവാലയത്തോടനുബന്ധിച്ച് വരുമ്പോൾ, ദേവാലയത്തിൽ വരുമ്പോൾ ക്ലാസ്സുകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ക്ലാസ്സുകളിലേക്ക് പോവുകയും കുട്ടികൾക്ക് വിശ്വാസ പരിശീലന രംഗത്ത് വലിയൊരു മാതൃകയായിക്കൊണ്ട് ഇങ്ങനെ ആയിരിക്കണം അച്ഛന്മാർ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന, നന്നായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ജീവിത മാതൃകയായിരുന്നു ബഹുമാനപ്പെട്ട ഷിൻസച്ചൻ എന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി അവസരത്തിൽ ഓർക്കുകയാണ്. അച്ഛൻ്റെ തിരുപ്പട്ടവും എല്ലാം എനിക്ക് ഭംഗിയായിട്ട് ഓർമ്മയുണ്ട്. ആ കാര്യങ്ങൾ അതിൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവുകയില്ല. കാരണം അത്രമാത്രം ഹൃദയസ്പർശിയായ ഒരു രംഗമായിരുന്നു. സൺഡേ സ്കൂളിൽ പഠിച്ച് പലരും ഇതുപോലെ തന്നെ വൈദികരായിട്ടുണ്ട്. അതോടൊപ്പം ഷിൻസച്ചനും അങ്ങനെ നല്ലൊരു വൈദികനായി തീരുന്നത് കാണുന്നതിൽ എനിക്ക് വളരെ ഏറെ സന്തോഷമുണ്ടായിരുന്നു. അച്ഛൻ വൈദികനായതിനു ശേഷം മറ്റിടവുകളിൽ ശുശ്രൂഷ ചെയ്തപ്പോഴുമെല്ലാം തിരിച്ചു വരുമ്പോൾ പലപ്പോഴും കാണാറുണ്ടായിരുന്നു. ഇടവക ദേവാലയത്തിൽ വരുമ്പോൾ, ദിവലിയിൽ സംബന്ധിക്കുമ്പോൾ, അതിനുശേഷവും ഒക്കെ വളരെ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ പങ്കുവെച്ച് പോകുന്ന ഒരച്ഛനായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ആ അവസരങ്ങളെല്ലാം ഓർക്കുകയാണ്. തീർച്ചയായിട്ടും അവിചാരിതമായിട്ട് ഇപ്പോൾ അച്ഛനെ നമ്മിൽ നിന്നും വേർപെട്ടു പോകുന്ന ഈ ദുഃഖകരമായ നിമിഷത്തിൽ ആ കുടുംബാംഗങ്ങളോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേരാനും അതോടൊപ്പം അച്ഛനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനും ഈ അവസരം എന്നെ ഒരുക്കുകയാണ്.